നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചലച്ചിത്ര അക്കാദമിയിലെ പുതിയ ഭരണസമിതി ചുമതലയേൽക്കുന്ന ചടങ്ങിൽ നിന്നും നടനും മുൻ അധ്യക്ഷനുമായ പ്രേംകുമാർ വിട്ടുനിന്നിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കിയപ്പോൾ താരം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് താൻ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു എന്നത് അദ്ദേഹം പറയുന്നു. ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കാൻ കാരണം തന്നെ ചടങ്ങിൽ ക്ഷണിക്കാത്തത് കൊണ്ടാണ് എന്നാണ് പ്രേംകുമാറിന്റെ മറുപടി. ഔദ്യോഗികമായ ഒരു അറിയിപ്പും തനിക്കിത് സംബന്ധിച്ച് കിട്ടിയില്ല, അതിൽ വിഷമമുണ്ട് എന്നും പ്രേംകുമാർ പറഞ്ഞു. റസൂൽ പൂക്കുട്ടിയെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നിയമിച്ചതിന് പിന്നാലെ വിവാദങ്ങൾ ശക്തമായി. പ്രേംകുമാർ ഈ വിവാദങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. റസൂൽ പൂക്കുട്ടി ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ തന്നെ ക്ഷണിക്കാതെ എങ്ങനെയാണ് താൻ പോകുന്നത്? ഒരു മഹാപ്രതിഭയാണ് തനിക്ക് ശേഷം ആ ചുമതലയിലേക്ക് വന്നതെന്നും പ്രേംകുമാർ പറഞ്ഞു. ലോക സിനിമയിൽ മലയാളത്തെ എത്തിച്ച കലാകാരൻ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ സാന്നിധ്യമാകാൻ താൻ ആഗ്രഹിച്ചു. എന്നാൽ ഇത് സംബന്ധിച്ച അറിയിപ്പോ ക്ഷണമോ തനിക്ക് കിട്ടിയില്ല, അതിൽ വലിയ വിഷമമുണ്ട് എന്നും പ്രേംകുമാർ പറഞ്ഞു. ചുമതല നൽകിയതും മാറ്റിയതും സർക്കാരാണ്, അത് അംഗീകരിക്കുന്നു. സർക്കാരാണ് തന്നെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനായി നിയോഗിച്ചത്. തന്നെ ഏൽപ്പിച്ച ചുമതല സുതാര്യമായും ആത്മാർത്ഥതയോടും കൂടി നിർവഹിച്ചിട്ടുണ്ട് എന്നും പ്രേംകുമാർ പറഞ്ഞു. രാഷ്ട്രീയ വിവാദങ്ങളോട് പ്രതികരിക്കാനില്ല. പ്രേംകുമാറും സർക്കാരും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്ന നേരത്തെ തന്നെ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പല വിഷയങ്ങളിൽ ഇവർക്കിടയിൽ ഭിന്നതയുണ്ട് അല്ലെങ്കിൽ എതിർപ്പുകളുണ്ട് എന്ന ഒരു സൂചനയൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ ഇതിനോടൊന്നും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ഓസ്കാർ ജേതാവും സൗണ്ട് ഡിസൈനറും സംവിധായകനുമായ റസൂൽ പൂക്കുട്ടിയെ കേരള ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാനായി സംസ്ഥാന സർക്കാർ നിയമിച്ചത്. നടി കുക്കു പരമേശ്വരനാണ് വൈസ് ചെയർപേഴ്സൺ. സി അജോയ് സെക്രട്ടറിയായി തുടരും. നിലവിലെ ഭരണസമിതിയെ കാലാവധി അവസാനിക്കാറായതിന്റെ പശ്ചാത്തലത്തിലാണ് പുനഃസംഘടിപ്പിച്ചത്. 26 അംഗങ്ങൾ ബോർഡിലുണ്ട്. എന്നാൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയ തീരുമാനം സർക്കാരിൻ്റെത് ആണെന്നും അതിൽ താനൊരു അഭിപ്രായം പറയാനില്ല എന്നും പ്രേംകുമാർ നേരത്തെ പ്രതികരിച്ചിരുന്നു. തന്നെ ഏൽപ്പിച്ച ജോലികളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. അഭിപ്രായ പ്രകടനത്തിന്റെ പേരിലല്ല തന്നെ അവിടെ നിന്ന് മാറ്റിയതെന്നും പ്രേംകുമാർ വ്യക്തമാക്കി. സർക്കാരിനെതിരെയുള്ള ആശാസമരത്തെ ഒരിക്കൽ അദ്ദേഹം അനുകൂലിച്ചിരുന്നു. അത്തരത്തിൽ താൻ അനുകൂലിച്ച് സംസാരിച്ചതിന്റെ പേരിലാണ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതെന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ആ വാർത്തകളെയൊക്കെ പ്രേംകുമാർ നിഷേധിച്ചിരിക്കുകയാണ്. അത്തരത്തിലൊന്നുമില്ല. ആശാ വർക്കർമാരുടെ സമരത്തെ താൻ അനുകൂലിച്ചത് കൊണ്ടാണ് തന്നെ സ്ഥാനത്ത് നിന്ന് നീക്കിയത് എന്ന തരത്തിലുള്ള ആ ഒരു നിഗമനത്തെ എല്ലാം പ്രേംകുമാർ നിരസിക്കുകയാണ്. ഒരു കലാകാരൻ എന്ന നിലയിൽ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി പറയാറുണ്ട്. അതുമായി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് ബന്ധമില്ല. ഇതൊരു സർക്കാർ തീരുമാനമാണ്, അത് അംഗീകരിക്കുന്നു. വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നത്. ലോക നിലവാരമുള്ള ഒരു പ്രതിഭ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്നത് സ്വാഗതം ചെയ്യുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. സന്തോഷ് കീഴാറ്റൂർ, നിഖില വിമൽ, ബി രാഗേഷ്, സുധീർ കരമന, റെജി എം ദാമോദരൻ, സിത്താര കൃഷ്ണകുമാർ, മിൻഹാജ് മേഡർ, സോഹൻ സിനിലാൽ, ജി എസ് വിജയൻ, ശ്യാം പുഷ്കരൻ, അമൽ നീരത്, സാജു നവോദയ, എൻ അരുൺ, പൂജപ്പുര രാധാകൃഷ്ണൻ, യു ശ്രീ ഗണേഷ് എന്നിവരടങ്ങുന്നതാണ് ജനറൽ കൗൺസിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. അന്ന് വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാർ ആക്ടിംഗ് ചെയർമാനായി ചുമതലയേൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രേംകുമാറിനെ മാറ്റാനുണ്ടായ കാരണം സർക്കാരിന് അദ്ദേഹം ഒരു വെറുക്കപ്പെട്ടവനായി എന്ന തരത്തിലുള്ള നിഗമനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചാരണത്തിന് എത്താതിരുന്നതാണ് പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമിയിലെ പദവിയിൽ നിന്ന് മാറ്റാനുണ്ടായ പ്രധാന കാരണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലമ്പൂരിലേക്ക് സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ എത്തിക്കാൻ ശ്രമിക്കണമെന്ന നിർദ്ദേശം കിട്ടിയിരുന്നു. പക്ഷേ വേണ്ട ഇടപെടൽ നടത്താതിരുന്നതാണ് വലിയ രീതിയിലുള്ള തിരിച്ചടിയായത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അഭിമാന പോരാട്ടമായിട്ട് CPM കണ്ടു. പാർട്ടിയുടെ പ്രധാന മുഖമായ M സ്വരാജിനെ മത്സരിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ്. സ്വരാജിന്റെ വിജയത്തിന് വേണ്ടി സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ എത്തിക്കണമെന്ന് CPM ആഗ്രഹിച്ചു. പക്ഷേ ഇതിനോട് പ്രേംകുമാർ സഹകരിച്ചില്ല. പാർട്ടി നേതൃത്വത്തിന്റെ അതൃപ്തിയിലേക്ക് ഇത് നയിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ആശാസമരത്തിന് അനുകൂലമായി പ്രതികരിച്ചതും പ്രേംകുമാറിന് വിനയായി എന്ന് മറ്റൊരു വിവരം. അതല്ല, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. പുനഃസംഘടന വരുന്നു എന്ന കാര്യം താൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു എന്നാണ് പ്രേംകുമാർ പറയുന്നത്. അവിടെയും ചില ചോദ്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്നുണ്ട്. സർക്കാരിന്റെയും പാർട്ടിയുടെയും തീരുമാനമാണ്. 2022 വൈസ് ചെയർമാനായത്. കഴിഞ്ഞ ഫെസ്റ്റിവലിന് മുമ്പാണ് ചെയർമാന്റെ ചുമതല നൽകിയത്. ഏകദേശം 1 വർഷത്തിലധികമായി ഏൽപ്പിച്ച ചുമതല ഭംഗിയായി നിർവഹിച്ചു എന്നാണ് വിശ്വാസമെന്നും പ്രേംകുമാർ പറഞ്ഞു. അഭിപ്രായങ്ങൾ എപ്പോഴും സ്വതന്ത്രമായി പറയാറുണ്ട്. അഭിപ്രായം പറഞ്ഞ കാരണമാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നീക്കിയതെന്ന് കരുതുന്നില്ല. ദോഷകരമായ അഭിപ്രായമൊന്നും താൻ പറഞ്ഞിട്ടില്ല. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ വ്യക്തിയാണ് പുതിയ ചെയർമാൻ. വരാനിരിക്കുന്ന 30ാം ഫിലിം ഫെസ്റ്റിവലിൽ അത് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പ്രേംകുമാർ വ്യക്തമാക്കി. അതേസമയം റസൂൽ പൂക്കുട്ടി ഈ വിഷയത്തിൽ പ്രതികരിച്ച് നമുക്ക് നോക്കാം. ചുമതലയേറ്റ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രേംകുമാറിനെ വിളിക്കാൻ സമയം കിട്ടിയില്ല.
വിവാദങ്ങളെക്കുറിച്ച് അറിയില്ല എന്നാണ് റസൂൽ പൂക്കുട്ടി പ്രതികരിച്ചത്. വൈസ് ചെയർപേഴ്സണായ കൊക്കു പരമേശ്വരൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ഇന്നലെ രാത്രി വൈകിയാണ് ചുമതല കിട്ടിയത് അറിയുന്നത്. മാധ്യമപ്രവർത്തകർ വിളിക്കുമ്പോഴാണ് താൻ അറിയുന്നത്. അതുകൊണ്ട് പ്രേംകുമാറിനെ വിളിക്കാൻ കഴിഞ്ഞില്ല. ഇനി വിളിക്കും. പുതിയ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പഴയ ചെയർമാൻ വേണമെന്നില്ല. പഴയ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തപ്പോഴും മുമ്പുള്ള ചെയർമാൻ ഇല്ലായിരുന്നു. ഇത് ബാറ്റണൊന്നുമല്ലല്ലോ കൈമാറാൻ. അദ്ദേഹത്തെ ഔദ്യോഗികമായി വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹത്തിന് മുഴുവൻ പിന്തുണയും ഉണ്ടാകുമെന്നായിരുന്നു കൊക്കു പരമേശ്വരന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.